സാഹിത്യത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് ശ്രീ CV ബാലകൃഷ്ണൻ. എഴുത്തുകാരൻ എന്ന നിലയിൽ മാത്രമല്ല, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനാണ്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, മികച്ച തിരക്കഥാകൃത്തിനുള്ള സംസ്ഥാന അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിലൊന്നാണ് ദി ലൈബ്രറി. ദ ലൈബ്രറിയൻ എന്ന നോവലാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഈ കഥയിലെ മുഖ്യ കഥാപാത്രമായ ബാഹുലേൻ തന്റെ അച്ഛന്റെ മരണശേഷമാണ് വേലുക്കുഞ്ഞു സ്മാരക ഗ്രന്ഥശാലയുടെ ലൈബ്രറിയനായി ചുമതല ഏറ്റെടുക്കുന്നത്. അധികം ആൾത്തിരക്കൊന്നുമില്ലാത്ത ആ ലൈബ്രറിയിൽ പുസ്തകങ്ങളായിരുന്നു അദ്ദേഹത്തിന് കൂട്ട്. അങ്ങനെ ഇരിക്കെയാണ് തന്റെ ലൈബ്രറിയിൽ വന്ന തങ്കമാളു എന്ന പെൺകുട്ടിയോട് ബാഹുലേന് പ്രണയം തോന്നുന്നത്. ഇതുമൂലം ഒരുപാട് പ്രതിസന്ധികൾ അവർക്ക് നേരിടേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെയാണ് ചില സാമൂഹ്യ വിരുദ്ധർ ബാഹുലേന്റെ ലൈബ്രറിക്ക് തീ കൊളുത്തുന്നത്. തന്റെ പ്രണയത്തിന്റെ സ്മാരകമായ ആ ചാമ്പലിലേക്ക് അദ്ദേഹം വേദനയോടെ നോക്കി നിൽക്കുന്നു. ബാഹുലേൻ തന്റെ വായനശാലയ്ക്ക് തീ കൊളുത്തിയവരെ അന്വേഷിക്കുകയും അത് പോലീസിൽ പരാതിപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ ബാഹുലേൻ കഥാനായികയായ തങ്കമാളുമായിട്ട് വിവാഹിതരാകുന്നു. അവർ പിന്നീട് ലൈബ്രറി വീണ്ടും പണിയുവാനായുള്ള ശ്രമത്തിൽ ഏർപ്പെടുന്നു. കഥ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ തങ്കമാളുവിനും ബാഹുലേനും ഒരു കുഞ്ഞുണ്ടാവുന്നു. അവർ ലൈബ്രറിയുടെ അടുത്തുള്ള അവരുടെ വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്നു. പിന്നീടാണ് കുറച്ചു വൈകി നാട്ടുകാർ മനസ്സിലാക്കുന്നു, അതായത് ഒരു ലൈബ്രറി ഒരു നാടിന് അനിവാര്യമായ ഒരു ഘടകമാണ്. ഈ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവർ ആ ലൈബ്രറിയിൽ വന്ന് മെമ്പർഷിപ്പ് എടുക്കുകയും അവർ കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച് അവരുടെ അറിവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു വലിയ സന്ദേശമാണ് ലേഖകൻ നമുക്ക് ഈ നോവലിലൂടെ തന്നിരിക്കുന്നത്. DC ബുക്സ് ആണ് ലൈബ്രറിയൻ എന്ന് പറയുന്ന ഈ നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 90 രൂപയാണ് ഇതിന്റെ വില. S. മീരയുടെയും പൊൻകുന്നം വർക്കിയുടെയും ബെന്യാമിന്റെയും ഒക്കെ പുസ്തകങ്ങൾ പോലെ തന്നെ ഇതും ഒരു വേറിട്ട പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് തീർച്ചയായും വായിച്ചിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം.